എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 52, 53 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. രാമായണ സംബന്ധിയായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടി യാത്ര ചെയ്ത് വരുമ്പോൾ ശ്രീരാമൻ താമസിച്ച സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലതും കാണിച്ചു കൊടുത്തു. അതിൻ്റെ ഒപ്പം ഇപ്പോൾ ശ്രീരാമൻ്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും രണ്ടാമത്തേതിൽ ഇന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം 51ാമത്തെ ശ്ലോകം നോക്കാം. ഏഷാ ത്വയാ പഞ്ചവടീ നമസ്യ ഗോദാവരീ മാരുതധൂതവൃക്ഷ ഉവാസയസ്യാം പരിഹൃത്യ രാജ്യം സലക്ഷ്മണോ ദാശരഥി സീത. പച്ച മലയാളം പോലെയുള്ള ശ്ലോകമാണ്. സംസ്കൃതം എന്ന് വെറുതെ പറയുള്ളൂ. അല്ലെങ്കിൽ എഴുതിയത് സംസ്കൃതത്തിലാണെങ്കിലും മലയാളം വായിക്കണ പോലെ തന്നെയുള്ള ഒരു ഇഫക്റ്റ് ഈ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും. ഒട്ടും കടുപ്പുള്ള വാക്കുകളില്ല. സംസ്കൃത പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും അതൊക്കെ മലയാളത്തിലും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമുക്കിതിൻ്റെ പദച്ഛേദത്തിലേക്ക് കടക്കാം. ധാരാളമായിട്ട് പദച്ഛേദവും ഇല്ല. വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഏഷാ ത്വയാ പഞ്ചവടീ നമസ്യ ഗോദാവരീ മാരുതധൂതവൃക്ഷ ഉവാസ യസ്യാം പരിഹൃത്യ രാജ്യം സലക്ഷ്മണ ദാശരഥി സീത. ശ്ലോകത്തിൽ ഗോദാവരി എന്നുള്ളത് അക്ഷരത്തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗീത എന്നെഴുതിയേക്കണ പോലെയാണ്. ഗീതാവരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു വള്ളി അല്ല വേണ്ടത്, ഓകാരമാണ് വേണ്ടത്. പക്ഷേ അതങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു ചെറിയ തെറ്റാണ്. ഗോദാവരി നദിയെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. അപ്പോൾ അർത്ഥത്തിലേക്ക് കടക്കാം. ത്വയാ, ശ്രീകൃഷ്ണൻ സത്യഭാമയോട് പറയാണ്, നിന്നാൽ, ഹേ സത്യഭാമേ, നീ എന്ത് ചെയ്യണം? ഗോദാവരി മാരുതധൂതവൃക്ഷ പഞ്ചവടീ നമസ്യ. ഗോദാവരി മാരുതധൂതവൃക്ഷ. ഗോദാവരി എന്ന് പറഞ്ഞ നദിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതായ കാറ്റിനാൽ, മാരുതനാൽ, ധൂതവൃക്ഷ, ധൂതം കമ്പനം ചെയ്യിക്കുക, അതായത് ഇങ്ങനെ ഇളക്കുക, വിറപ്പിക്കുക. മരങ്ങളിൽ കാറ്റിങ്ങനെ വരുമ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലയുമല്ലോ. ചില കാറ്റിൻ്റെ സ്വഭാവം വെച്ച് ഇലകളൊക്കെ ഇങ്ങനെ വിറയ്ക്കണ പോലെ കാണാം. അങ്ങനെ പലതരത്തിൽ വൃക്ഷങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാറ്റ്, അത് ഗോദാവരിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതായിട്ടുള്ള കാറ്റാണ്. നദികളും തടാകങ്ങളും അതുപോലെ തന്നെ സമുദ്രവും ഒക്കെ അടുത്തുണ്ടെങ്കിൽ കാറ്റിന് ഒരു പഞ്ഞവും ഉണ്ടാവില്ല. എപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗോദാവരി നദി വലിയ നദിയാണ്, നല്ല വലിപ്പമുള്ള നദിയാണ്. ആ നദിയിൽ നിന്ന് വീശുന്ന കാറ്റേറ്റ് ഇളകി ഉലയുന്ന, പ്രകമ്പനം കൊള്ളുന്ന മരങ്ങളോടുകൂടിയ, തീരത്തെ മരങ്ങളൊക്കെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മരങ്ങളോടുകൂടിയ പഞ്ചവടി. പഞ്ചവടി എന്ന് പറഞ്ഞ ഈ പ്രദേശം ഉണ്ടല്ലോ, പഞ്ചാനാം വടാനാം സമാഹാര പഞ്ചവടി. 5 പ്രസിദ്ധങ്ങളായിട്ടുള്ള വടവൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പഞ്ചവടി എന്ന് പേര് വന്നത്. ആ പഞ്ചവടി എന്ന് പറഞ്ഞ പ്രദേശം കാണുമ്പോൾ, ഹേ സത്യഭാമേ, നീ എന്ത് ചെയ്യണം? ത്വയാ നമസ്യ, നീ ആ സ്ഥലത്തിനെ നമസ്കരിക്കേണ്ടതാണ്, വന്ദിക്കേണ്ട സ്ഥലമാണ്. അത്രയ്ക്ക് പുണ്യപാവനമായിട്ടുള്ളൊരു പ്രദേശമാണ് പഞ്ചവടി. എന്തുകൊണ്ടാണ് എന്ന് പറയാണ്. യസ്യാം, യാതൊരു പഞ്ചവടിയിലാണോ, അതാണ് യസ്യാം. എവിടെയാണോ, സ്ത്രീലിംഗ പദമാണ്. അതുകൊണ്ടാണ് നമസ്യ, പഞ്ചവടി. അതുപോലെ ഗോദാവരി മാരുതധൂതവൃക്ഷ എന്നൊക്കെ ആകാരാന്തത്തിൽ അവസാനിച്ചിരിക്കുന്നത്. ആ പഞ്ചവടി ഉണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത എന്താണ്? യസ്യാം, യാതൊരു പ്രദേശത്താണോ, രാജ്യം പരിഹൃത്യ, രാജ്യം പരിഹരിച്ചിട്ട്, പരിഹരിക്കുക എന്നുള്ളതിന് ഉപേക്ഷിക്കുക, വേണ്ടാന്ന് വയ്ക്കുക എന്നൊക്കെ അർത്ഥം. അതായത് ശ്രീരാമൻ്റെ കഥയാണല്ലോ പറയണത്. പഞ്ചവടി ഗോദാവരി എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരിക ശ്രീരാമനെ തന്നെയാണ്. ശ്രീരാമനും സീതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥകളിലാണ് പഞ്ചവടിയൊക്കെ നമ്മൾ ആദ്യം തന്നെ കേട്ടിരിക്കുന്നത്. ആ പഞ്ചവടിയിലാണ് ശ്രീരാമൻ തൻ്റെ രാജ്യം ഉപേക്ഷിച്ചതിന് ശേഷം, അതായത് കൊട്ടാരത്തിൽ നിന്ന് വിച്ഛിന്നാഭിഷേകം, അതിനുശേഷം കൊട്ടാരത്തിൽ നിന്ന് പോന്നപ്പോൾ ശ്രീരാമനും സീതയും ദണ്ഡകം കഴിഞ്ഞ് ചിത്രകൂടം കഴിഞ്ഞ് പിന്നെ താമസിച്ച സ്ഥലമാണ് പഞ്ചവടി. അവിടെ വെച്ചിട്ടാണ് ശൂർപ്പണഖയുടെ വരവും രാവണൻ്റെ വരവും ഒക്കെ. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ കാടിനെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. രാജ്യം പരിഹൃത്യ, രാജ്യം ഉപേക്ഷിച്ച ശ്രീരാമൻ, സീത സലക്ഷ്മണ, സീതയോടും ലക്ഷ്മണനോടും കൂടിയവനായിട്ട്
ഈ കാട്ടിൽ താമസിച്ചു. ആരാണ് താമസിച്ചത്? ദാശരഥിയായിട്ടുള്ള ശ്രീരാമൻ. ദശരഥപുത്രൻ തന്നെയാണ് ലക്ഷ്മണനുമെങ്കിലും ധാരാളമായിട്ട് ശ്രീരാമനെ കുറിക്കാൻ മാത്രമേ ദാശരഥി എന്ന് ഉപയോഗിക്കാറുള്ളൂ. പ്രസിദ്ധമായിട്ട് രാമനിൽ ആ വാക്ക് അങ്ങോട്ട് ഉറച്ചുപോയി, രൂഢമായി പോയി. മറ്റുള്ളവരൊക്കെ ദശരഥപുത്രന്മാരാണ് എങ്കിൽ പോലും വളരെ അപൂർവമായിട്ട് ഒക്കെ ദാശരഥി എന്നുള്ളത് കൊണ്ട് മറ്റ് ദശരഥപുത്രന്മാരെ സൂചിപ്പിക്കാറുള്ളൂ. അപ്പോൾ ലക്ഷ്മണനോടും കൂടിയിട്ട് സീതയോടു കൂടിയിട്ട് രാമൻ ഉവാസ ഈ കാട്ടിലാണ് വസിച്ചത്, പഞ്ചവടിയിലാണ് വസിച്ചത്. കുറേ കാലം ഉണ്ടായി അവിടെ. അങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ് അവസാനത്തെ ഒരു വർഷത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് അവിടേക്ക് ശൂർപ്പണഖയുടെയും അതിനുശേഷം ശൂർപ്പണഖ പോയതിന് ശേഷം കുറച്ച് കാലത്തിന് ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് രാവണൻ്റെ വരവൊക്കെ ഉണ്ടായത്. അതൊക്കെ പഞ്ചവടിയിൽ താമസിക്കുമ്പോഴാണ്. അപ്പോൾ ശ്രീരാമൻ്റെ വാസം കൊണ്ട് വളരെയധികം പവിത്രമായി തീർന്ന ആ പഞ്ചവടി എന്ന് പറഞ്ഞ പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ നീ നമസ്കരിച്ചോളൂ സത്യഭാമേ എന്നാണ് ശ്രീകൃഷ്ണൻ പറയണത്. ഇനി അടുത്ത ശ്ലോകം കൂടി നമുക്ക് നോക്കാം. 53-ാമത്തെ ശ്ലോകം. രംഭോരുലങ്കാധിപതേർഭഗിന്യാഃ കോപേന സീതാക്രമണോദ്യതായാഃ രാമേണ നാസാഹൃതിരത്ര ചക്രേ നാന്ദീവരക്ഷോവധനാടകസ്യ. ആദ്യം പദച്ഛേദം പറയാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശൂർപ്പണഖയുടെ കഥയാണ് ഇവിടെ പറയണത്. രംഭോരു ലങ്കാധിപതേഃ ഭഗിന്യാഃ കോപേന സീതാക്രമണോദ്യതായാഃ രാമേണ നാസാഹൃതി അത്ര ചക്രേ നാന്ദീ ഇവ രക്ഷോവധനാടകസ്യ. ഹേ രംഭോരു, സത്യഭാമയെ തന്നെ വിളിക്കുകയാണ്. രംഭ എന്ന് പറഞ്ഞാൽ വാഴത്തണ്ട് എന്നാണ് അർത്ഥം. വാഴയുടെ തണ്ടുപോലെ നല്ല മിനുസമുള്ള തുടുപ്പുള്ള തുടകളോടുകൂടിയവൾ, അതാണ് രംഭോരു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. ഇവിടെ സുന്ദരി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്, അതാണ് വ്യാഖ്യാനിച്ച് പറയാറുള്ളത്. ഹേ സത്യഭാമേ സുന്ദരി, കോപേന സീതാക്രമണോദ്യതായാഃ ലങ്കാധിപതേഃ ഭഗിന്യാഃ നാസാഹൃതി. ശ്ലോകത്തിൽ കോപേന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അത് രണ്ടിടത്തായിട്ട് വ്യാഖ്യാനിച്ച്, അതായത് അന്വയിച്ച് ചേർക്കുന്നുണ്ട് വ്യാഖ്യാതാവ്. ഇവിടെ ആദ്യത്തെ കോപേന എന്നുള്ളത് കൊണ്ട് ദേഷ്യം കാരണമായിട്ട് സീത ആക്രമണ ഉദ്യതായാഹ, സീതയെ ആക്രമിക്കാൻ പുറപ്പെട്ട ലങ്കാധിപതേഹ ഭഗിന്യാഹ, ലങ്കാധിപതിയുടെ ഭഗിനിയുടെ, ലങ്കാധിപതി രാവണനാണ്, രാവണൻ്റെ സഹോദരി ശൂർപ്പണഖ, ആ ശൂർപ്പണഖയുടെ ലങ്കാധിപതേഹ ഭഗിന്യാഹ നാസാഹൃതി, അവളുടെ നാസ എന്ന് പറഞ്ഞാൽ മൂക്കാണ്, മൂക്ക് അപഹരിക്കുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് അവളുടെ മൂക്ക് മുറിച്ചത്? സീത ആക്രമണോദ്യതായാഹ, സീതയെ ആക്രമിക്കാൻ വന്നു എന്നുള്ളത് കൊണ്ടാണ്. രാമനോട് പ്രേമസല്ലാപം അല്ലെങ്കിൽ അതിനുള്ള പ്രേമ അഭ്യർത്ഥന യാചനയൊക്കെ നടത്തി അങ്ങോട്ട് പോയി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര കുഴപ്പമുണ്ടാവില്ലായിരുന്നു, ശൂർപ്പണഖയെ രാമനൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ തൻ്റെ ഇഷ്ടങ്ങൾക്ക് ആ ഇഷ്ടപൂർത്തി നടക്കാത്തത് സീത അവിടെ ഉള്ളത് കൊണ്ടാണെന്ന് വിചാരിച്ചിട്ട് സീതയെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് കഠിനമായിട്ട്, രാമനല്ല ശരിക്കും ലക്ഷ്മണനാണ് ചെയ്തത്. ഇവിടെ കവി രാമൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വ്യാഖ്യാതാവും വ്യക്തമാക്കിയിട്ടില്ല, ആലോചിക്കേണ്ടതാണെന്നേ പറയുന്നുള്ളൂ. ഈ ശ്ലോകത്തിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ രാമനാണ് അത് ചെയ്തത്, രാമപദം ചേർക്കുമ്പോഴേ വൃത്തമൊക്കെ ഒപ്പിച്ച് വരാൻ പറ്റുണ്ടാവുള്ളൂ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത് കവിയുടെ ഒരു പാഠം എന്ന് വിചാരിച്ചാലും മതി. അങ്ങനെ തൻ്റെ ഭാര്യയെ ആക്രമിക്കാൻ വരുമ്പോൾ താൻ തന്നെയല്ലേ ആദ്യം ആക്രമിക്കേണ്ടത്, തിരിച്ചാക്രമിക്കേണ്ടത്, അല്ലാതെ തൻ്റെ അനിയനല്ലല്ലോ എന്നുള്ളൊരു ന്യായം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടെത്താം. അങ്ങനെ സീതയെ ആക്രമിക്കാൻ വന്ന ശൂർപ്പണഖയെ ശ്രീരാമൻ മൂക്കരിഞ്ഞത്, അതാണ് നാസാഹൃതി അത്ര, ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. ആരാ ചെയ്തത്? കോപേന രാമേണ, ക്രുദ്ധനായ രാമനാൽ ചെയ്തു എന്ന്. അതുകൊണ്ട് കൂടി ഈ സ്ഥലത്തിന് വളരെ പ്രസിദ്ധിയുണ്ട്. അതാണ് അത്ര കോപേന രാമേണ, അങ്ങനെ രാമനാൽ ചെയ്യപ്പെട്ടപ്പോൾ അതെന്തായി തീർന്നു? രക്ഷോവധ നാടകസ്യ നാന്ദി ഇവ ചക്രേ. ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അത് രക്ഷോവധം, രാക്ഷസന്മാരെ വധിക്കുക എന്ന നാടകത്തിൻ്റെ നാന്ദി കുറിച്ചതുപോലെ ആയിത്തീർന്നു. അതായത് ഇതിനെ തുടർന്ന് പിന്നെ നടത്തിയത് മുഴുവനും രാക്ഷസവധങ്ങളായിരുന്നു, അല്ലെങ്കിൽ ലങ്കയിൽ പോയിട്ട് നടത്തിയ
രാവണ കുംഭകർണ അവരുടെ സുഹൃത്തുക്കളുടെയൊക്കെ വധം എന്ന് പറയുന്ന വലിയൊരു നാടകത്തിൻ്റെ നാന്തി പ്രാരംഭം കുറിച്ചത് ഈ ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചതോടു കൂടിയിട്ടാണ്. അത് ഭഗവാന്റെ ലീലയാണല്ലോ എന്നുള്ളത് കൊണ്ടാണ് അതിനെ നാടകമായിട്ട് വിശേഷിപ്പിച്ചത്. അതിൻ്റെ നാന്തി എന്ന് പറയുന്നത് തുടക്കത്തിൽ ചെയ്യുന്ന ഒരു ആരംഭം, ഒരു സൂചനയാണ്. ആ മുഴുവൻ കഥയുടെയും ഒരു സൂചനയാണ് നാന്തി. അതുതന്നെയാണ് ഇവിടെ ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചിട്ട് രാക്ഷസന്മാർക്കൊക്കെ ഭീഷണമായിട്ടുള്ള ഒരു പ്രവൃത്തി ആണ്, അല്ലെങ്കിൽ പ്രവൃത്തികളാണ് ഞാനിനി ചെയ്യാൻ പോണത് എന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പായിരുന്നുവോ ഈ ശൂർപ്പണഖയുടെ മൂക്കരിഞ്ഞത് എന്ന് കവി സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഉത്പ്രേക്ഷാലങ്കാരമാണ്. രാമായണ കഥയിൽ നിന്ന് ഭിന്നമാവുന്നതിന് ഇതന്നെയാവും കാരണം. അതായത് രാമനാണല്ലോ മറ്റു രാക്ഷസന്മാരെ, എല്ലാ കൊടും ഭീകരരായിട്ടുള്ള രാക്ഷസന്മാരെ ഒക്കെ രാമനാണല്ലോ വധിക്കുന്നത്. അപ്പോൾ രാമൻ്റെ വലിയൊരു നാടകം, രക്ഷോവധം എന്ന് പറയുന്ന വലിയൊരു നാടകത്തിൻ്റെ ആരംഭമായിട്ട് രാമൻ തന്നെ ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ചു എന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കവി ഒരു ശ്ലോകം പറഞ്ഞിടുമ്പോൾ വ്യാഖ്യാതാവേത്തി നോ കവി എന്ന് പറയുന്നത് പോലെ പ്രതിഭയുള്ള ആസ്വാദകന്മാർ ഇനിയും എത്രയോ തരത്തിൽ ഇത് വ്യാഖ്യാനിക്കട്ടെ എന്ന് മാത്രം പറയാം. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഏഷാ ത്വയാ പഞ്ചവടീ നമസ്യ ഗോദാവരീ മാരുതധൂതവൃക്ഷ ഉവാസ യസ്യാം പരിഹൃത്യ രാജ്യം സലക്ഷ്മണോ ദാശരഥിഃ സസീതഃ രംഭോരുലങ്കാധിപതേർഭഗിന്യാഃ കോപേന സീതാക്രമണോദ്യതായാഃ രാമേണ നാസാഹൃതിരത്ര ചക്രേ നാന്ദീവരക്ഷോവധനാടകസ്യ. അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ശ്രീരാമൻ്റെ കഥകൾ പറയുന്ന 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.